ശരി, ടി പി ചന്ദ്രൻ, ഇപ്പോൾ എല്ലാ പാർട്ടികളും ഒരുമിച്ച് തന്നെയാണ്, പരസ്പര പ്രത്യാരോപണങ്ങളൊന്നും ഇല്ലാതെയാണ്, ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളില്ലാതെയാണ് ഇതുവരെ മുന്നോട്ട് പോയത്. BJP അവിടെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി വന്നു, പണം കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നൊരു ഉറപ്പും നൽകിയിരിക്കുകയാണ്. അപ്പോൾ വേഗത്തിലൊരു മെമ്മോറാണ്ടം എന്നുള്ളതാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്മേലുള്ള നടപടികൾ പുരോഗമിക്കുകയുമാണ്. സ്മൃതി, പ്രധാനമന്ത്രി വന്ന് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ല. പണമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പണമില്ലായ്മ കേരളത്തിലെ ഇതിന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കോ ഒരു തടസ്സമാവില്ല. നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ അടിയന്തിരമായി തങ്ങുമ്പോൾ ലഭിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഇരയായിരിക്കുന്ന ആളുകളുടെ മാനസികമായുള്ള ആരോഗ്യം വീണ്ടെടുക്കേണ്ടതുണ്ട്. അവർക്ക് സുരക്ഷിതത്വ ബോധം നൽകേണ്ടതുണ്ട്. അനാഥരാവുകയും മാനസിക വ്യഥ അനുഭവിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേക പാക്കേജുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ അനുഭവത്തിൽ ഇതുവരെ നമ്മൾ ദർശിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യപ്പെട്ടത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 1979 മോർബി അണക്കെട്ടിൽ ഏതാണ്ട് 25,000-ഓളം ആളുകളാണ് മരണപ്പെട്ടതായിട്ട് സംശയിക്കുന്നത്. സാങ്കേതിക ജ്ഞാനമോ ശാസ്ത്രമോ ഇത്രയൊന്നും വികസിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ അതിനകത്തൊരു പ്രവർത്തകനായിട്ട് മുന്നോട്ട് വന്ന് ആരംഭിച്ച അദ്ദേഹം 2001 നമുക്കറിയാം, ഗുജറാത്തിലുണ്ടായ ഭൂകമ്പം ഏതാണ്ട് 13,000-നും 20,000-നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെടുകയും കാണാതാവുകയും 3,40,000-ഓളം കെട്ടിടങ്ങൾ നശിച്ചു നേരിടുകയും 9 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ വീടുകൾ താൽക്കാലികമോ സ്ഥിരമോ ആയി നശിക്കപ്പെടുകയും ചെയ്തെടുത്ത് ആ മേഖലയിൽ പ്രവർത്തിച്ച അനുഭവങ്ങളും അതിനെ മുന്നോട്ട് കൊണ്ടുപോയ അനുഭവങ്ങളുമുണ്ട്. അതിനേക്കാൾ ശാസ്ത്രവും സാങ്കേതിക രംഗവും ഇന്ത്യൻ മിലിറ്ററിയും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഈ മുഖത്ത് നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതാരംഭിച്ച ആ ഘട്ടം മുതൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് റെസ്ക്യൂ ആയിരുന്നു. അവരെ രക്ഷപ്പെടുത്തുക, ജീവനോടെ ഉള്ള ആളുകളെ പരമാവധി രക്ഷപ്പെടുത്തുക. ഒരുപക്ഷെ നമ്മൾ ഈ മുറിയിലിരുന്ന് സംസാരിക്കുന്ന അവസ്ഥയല്ല സ്വാഭാവികമായിട്ടും അവിടെ നേരിട്ട് പോകുമ്പോഴുണ്ടാവുക. അവിടെ അനുഭവിക്കുന്ന ആളുകളുടെ കുറ്റപ്പെടുത്തലിനെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങളോ ഞാനോ ആയിരുന്നു ആ മുഖം അനുഭവിക്കുന്നതെങ്കിൽ, ആ മുഖത്തുണ്ടാകുന്നതെങ്കിൽ നമ്മളുടെ പ്രതികരണം ഇതുപോലെ തന്നെ ആകുമായിരുന്നു. പരാതികൾ പറയുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശശിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ കാണണം. ഫ്രീ ഹാൻഡായിട്ട് തന്നെ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് ദുഷ്കരമാണ്. അക്കൂട്ടത്തിൽ കാലാവസ്ഥ കൂടി അല്പം ബുദ്ധിമുട്ടാകുമ്പോൾ ആ മേഖലകളിൽ കണ്ടെത്തുക, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാരാമെഡിക്കൽ സംവിധാനങ്ങളും നമ്മുടെ സന്നദ്ധ പ്രവർത്തകന്മാരും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് അവിടെ റെസ്ക്യൂവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേവിക്കൊപ്പവും എയർഫോഴ്സിനൊപ്പവും ആർമിക്കൊപ്പവും NDRFനൊപ്പവും ഫയർഫോഴ്സിനൊപ്പവും ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഈ ആളുകൾ ഒരുപക്ഷെ ക്യാമ്പുകളൊക്കെ കുറച്ച് ദിവസം കൊണ്ട് അവസാനിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള പുനരധിവാസത്തിനോ അവരുടെ ബന്ധുവീട്ടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നത്. നിരവധി ആളുകളെ അത്തരത്തിലുള്ള ബന്ധുക്കളുമായി സംസാരിച്ച് അവരെ വീടുകളിൽ എത്തിച്ച് അവരെ കുറച്ച് കാലത്തേക്ക് രക്ഷിക്കുന്നതിനും അതിൻ്റെ പേരിൽ ഒരു ബാധ്യത ആ കുടുംബത്തിന് ഉണ്ടാവാതിരിക്കാൻ ഭക്ഷ്യവസ്തുക്കളും നമുക്കറിയാം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾക്ക് A to Z എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദുഷ്കരമായ കർമ്മമായിരുന്നു. അതിനുവേണ്ടിയുള്ള കളക്ഷൻ സെന്ററുകൾ, അത് എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ടീമിൻ്റെ ഹെഡ് എന്ന നിലയ്ക്ക് മന്ത്രി റിയാസുമായി സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോഴുള്ള പ്രഖ്യാപനങ്ങളല്ല വലുത്, ആവശ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അവരെ താൽക്കാലികം പുനരധിവസിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്ഥായിയായ ജീവിതത്തിന് അവർക്ക് സ്ഥിരമായിട്ടൊരു ജീവിതം നയിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വരുമാന മാർഗം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി നമ്മോട് സൂചിപ്പിച്ചത്, അതിനു വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ എക്സ്പേർട്ടുകളെയും സർവകക്ഷി രാഷ്ട്രീയക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള വളരെ മനോഹരവും സത്യസന്ധവും ആത്മാർത്ഥവുമായ മറുപടിയാണ് ഉദ്യോഗസ്ഥ ബന്ധങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിന് ഇത് അത്ര നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായിട്ടുള്ള ചില അനുഭവങ്ങളാണ്. സ്വാഭാവികമായിട്ടും അതിനെ അതിജീവിക്കാനുള്ള കരുത്തും കെൽപ്പും
കേരളത്തിലെ കൂട്ടായ്മ. എവിടെ ദുരന്തമുണ്ടായാലും നമുക്കൊക്കെ അറിയാം, ആളുകൾ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാകും. കേരളവും അതിന് സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും. അവർക്കൊക്കെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താനും ഒരു പൂർണ്ണമായി നിങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കുന്ന ഇതേ മാനസിക ഉല്ലാസത്തോടുകൂടി തന്നെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസ്ഥ നമുക്ക് സംജാതമാക്കാൻ കേരളത്തിന് കഴിയുമെന്നുള്ളത് തന്നെയാണ്. ആ പൂർണ്ണ പിന്തുണയാണ് നമ്മൾ നൽകേണ്ടത്. പ്രാദേശിക ഭരണകൂടത്തിന് എല്ലാം ഉണ്ട്.